ഹലോ ഹായ് നമസ്കാരം 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഹൻജദാരോവിലെ അണുവിസ്ഫോടനത്തെ കുറിച്ചാണ്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഇൻ മോഹൻജദാരോ. മോഹൻജദാരോ മോഹൻജദാരോ ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രൊവിൻഷ്യയിലെ ഒരു പ്രദേശമാണ്. മോഹൻജദാരോ, ഹരപ്പ എന്നീ പ്രദേശങ്ങൾ ഇൻഡസ് റിവറിന്റെ തീരങ്ങളാണ്. ഇവിടെയാണ് ഏറ്റവും പ്രശസ്തമായ ഏൻഷ്യന്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. മോഹൻജദാരോ എന്നത് ഒരു സിന്ധി വാക്കാണ്. ഇതിന്റെ അർത്ഥം, ഏകദേശ അർത്ഥം ദ മൗണ്ട് ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ കുന്ന് എന്നാണ് അർത്ഥം. 1922 ഒരു ബുദ്ധ സന്യാസിയാണ് റക്കൽദാസ് ബന്ദോപാധ്യായ എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസറെ ഈ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അന്നാണ് ഇതുപോലൊരു സംസ്കാരം അവിടെ നിലനിന്നിരുന്നെന്നും ഈ പ്രദേശങ്ങളെക്കുറിച്ച് മോഡേൺ യുഗത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം ജോൺ മാർഷൽ, കെ എൻ ദീക്ഷിത്, ഏണസ്റ്റ് മഖേ എന്നിവരുടെ കീഴിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സർവേ ആണ് അവിടെ നടത്തിയത്. എക്സ്കവേഷൻ ആണ് അവിടെ നടന്നത്. ആദ്യം കിട്ടിയ എവിഡൻസിൽ നിന്ന് തന്നെ പരക്കെ എല്ലാവരും ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു, ഈ പ്രദേശം മിനിമം ഒരു 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകളാണ്. സ്ട്രീറ്റ് ലെവലിലേക്കുള്ള എക്സ്കവേഷൻ അവർ ചെയ്തു തന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ എക്സ്കവേറ്റേഴ്സ് നടുങ്ങി പോവുകയാണ് ചെയ്തത്. ഷാറ്റേഡ് ആയിട്ട് കിടക്കുന്ന സ്കെലട്ടനുകൾ, കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കമന്ന് കിടക്കുന്ന സ്കെലട്ടനുകൾ, അച്ഛൻ അമ്മ കുട്ടികൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന സ്കെലട്ടനുകൾ, പെട്ടെന്ന് എന്തോ നടന്നിരിക്കുന്ന ഒരു അപകടത്തിൽ എല്ലാവരും ഒറ്റയടിക്ക് മരിച്ചു പോയിരിക്കുന്ന ഒരു സീൻ. അങ്ങനെയാണ് എക്സ്കവേറ്റേഴ്സിന് മനസ്സിലായത്. ഈ സ്കെലട്ടനുകളെ എടുത്തുകൊണ്ട് പോയി റേഡിയോ ആക്റ്റീവ് ടെസ്റ്റ്, ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം സയന്റിസ്റ്റുമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. ഹിരോഷിമയിൽ നാഗസാക്കിയിൽ നടന്ന ന്യൂക്ലിയർ എക്സ്പ്ലോഷനിൽ ശേഷം കണ്ടെത്തിയ സ്കെലട്ടനുകളിൽ എന്ത് റേഡിയോ ആക്റ്റീവ് പ്രസൻസ് ആണോ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെയുള്ള ഒരു റേഡിയോ ആക്റ്റീവ് പ്രസൻസ് ആണ് ഈ മരിച്ചു കിടന്നിരുന്ന ആളുകളുടെ സ്കെലട്ടനിൽ നിന്ന് അവിടെ കണ്ടെത്താനായത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സോവിയറ്റ് സ്കോളർ വന്ന് നടത്തിയ സ്റ്റഡിയിൽ അദ്ദേഹത്തെ അമ്പരപ്പിച്ചത് അവിടുന്ന് കിട്ടിയ വേറൊരു സ്കെലട്ടനാണ്. നോർമൽ രീതിയിലുള്ള റേഡിയോ ആക്റ്റീവ് പ്രസൻസിനേക്കാൾ 50 ഇരട്ടി പ്രസൻസ് ആണ് ഈ സ്കെലട്ടനിൽ നിന്ന് അന്ന് കണ്ടെത്താൻ സാധിച്ചത്. ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടന്നാൽ അതിന്റെ എപ്പിക് സെന്ററിൽ ഉണ്ടാകാവുന്ന കാണാൻ സാധിക്കുന്ന എവിഡൻസസിൽ 2 കളിമൺ പാത്രങ്ങൾ കറുത്ത വസ്തുക്കളായി മാറുന്നതാണ്. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹീറ്റ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ഒരു ഹീറ്റ് വന്നു കഴിയുമ്പോൾ കളിമൺ പാത്രങ്ങൾ കറുത്ത വസ്തുക്കളായി മാറും. അതുപോലെ തന്നെ മണ്ണ് ഗ്ലാസ് ആയിട്ട് മാറും. ഇതിന്റെ എവിഡൻസസുകൾ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. സെയിം സാധനങ്ങൾ, കളിമൺ പാത്രങ്ങൾ കറുത്ത വസ്തുക്കളായി മാറിയതും മണ്ണ് ഗ്ലാസ് ആയി മാറിയതിന്റെയും ഒരുപാട് തെളിവുകളാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് സയന്റിസ്റ്റിന് കിട്ടിയത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇതൊരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടന്ന പ്രദേശമാണോ? വിശ്വസിക്കാൻ സാധിക്കുമോ 5000 വർഷങ്ങൾക്ക് മുമ്പ് മോഹൻജദാരോയിലും ഹാരപ്പയിലും ഒരു അണുവിസ്ഫോടനം നടന്നെന്ന്? ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ആ സ്ക്രിപ്റ്റേഴ്സ് മുഴുവൻ മഹായുദ്ധങ്ങളെ കുറിച്ചും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺസിനെ കുറിച്ചുമാണ്, ആയുധങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോഡേൺ എറയിലെ ന്യൂക്ലിയർ ബോംബിന്റെ ഫാദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓപ്പൺഹൈമറോട് ഒരു ലേഡി റിപ്പോർട്ടർ വന്ന് ചോദിച്ചത്രേ, മോഡേൺ യുഗത്തിൽ നിങ്ങൾ ആദ്യമായി ഈ ന്യൂക്ലിയർ വിസ്ഫോടനം നടത്തിയ വ്യക്തിയല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന്. ചിരിച്ചുകൊണ്ട് ഓപ്പൺഹൈമർ ഇങ്ങനെ പറഞ്ഞു, ഈ മോഡേൺ യുഗത്തിൽ ചിലപ്പോൾ ഞാനായിരുന്നിരിക്കാം ആദ്യമായി ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തിയെന്ന്. അതിന്റെ അർത്ഥം പഴയ കാലങ്ങളിൽ, പുരാതന കാലഘട്ടത്തിൽ എന്നൊക്കെയോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇൻഡയറക്ട്ലി പറയുന്നതല്ലേ. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആദ്യം നടത്തിയത് അമേരിക്കയിലെ ട്രിനിറ്റി എന്ന ടെസ്റ്റ്, ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു ടെസ്റ്റിലാണ്. ഈ എക്സ്പ്ലോഷന് കഴിഞ്ഞ അടുത്ത നിമിഷം ഓപ്പൺഹൈമർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഗീതയിലെ ഒരു ശ്ലോകമാണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറഞ്ഞത്. നൗ ഐ ബിക്കം ഡെത്ത്, ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ്. ഞാനിപ്പോ മരണമാകുന്നു, ലോകങ്ങളുടെ സംഹാരകനായി മാറുന്നു എന്ന്. സംസ്കൃതത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഓപ്പൺഹൈമർ, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഓപ്പൺഹൈമർ, നമുക്കിതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ഒരു കോർണറിൽ ഒരു അണുവിസ്ഫോടനം നടന്നെന്ന്? ഭാരതം എന്നും ഒരു പ്രഹേളികയാണ്. ഇത്രയ്ക്ക് സയന്റിഫിക് സീക്രട്ടുകൾ സ്വന്തം ബെല്ലിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രം ഈ ഭൂമുഖത്തുണ്ടോ എന്ന് സംശയം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് 5 സെക്കൻഡ്സ് വ്യൂ നിർത്തുന്നു. The nuclear explosion in Mohenjo-daro. All the best.